സൗദി അറേബ്യയിലെ നിദാഖാത്ത് നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വളരെയേറെ വാർത്തകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റായും സൗദിയിലെ ഇന്ത്യൻ നയതന്ത്രാലയം ആയും ബന്ധപ്പെട്ടതനുസരിച്ച് കിട്ടിയിട്ടുള്ളത്. 2009 ജൂലൈ 27 അവിടുത്തെ തൊഴിൽ മന്ത്രാലയം നിദാഖാത്ത് എന്ന നിയമം അവിടെ പ്രാബല്യത്തിൽ വരാൻ പ്രഖ്യാപിച്ചത്. അത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടത്തിപ്പ് കർശനമായിട്ട് ഇപ്പോൾ ആക്കുന്നതിനെ തുടർന്നാണ് പുതിയതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ എംബസി വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അംബാസഡറായും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരായിട്ടും ബന്ധപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിയെയും കേന്ദ്ര മന്ത്രിമാരായ ശ്രീ AK ആന്റണി, ശ്രീ വയലാർ രവി, വിദേശകാര്യമന്ത്രി ശ്രീ സൽമാൻ ഖുർഷിദ്, ശ്രീ അഹമ്മദ് എന്നിവരായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. സൗദി രാജ്യവുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. ആ സൌഹാർദ്ദം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് സൗദിയിലുള്ള ഇന്ത്യക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. സൗദി ഭരണകൂടം എന്നും നമ്മുടെ രാജ്യത്തോടും ഇന്ത്യക്കാരോടും വളരെ ഉദാരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ഈ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയുണ്ട്. ഞാനൊരു കത്തയച്ചിട്ടുണ്ട്. ആ വാർത്ത വന്നതിലൊരു തെറ്റിദ്ധാരണ, നമ്മൾ ടോൾ പിരിവിനെ എതിർക്കുന്നു എന്നൊരു ധ്വനിയുണ്ട്. ടോൾ പിരിക്കുന്നതിന് സംസ്ഥാനം ഒരിക്കലും എതിരല്ല. കാരണം ഇനി അങ്ങോട്ടുള്ള റോഡ് വികസനത്തിന് ടോൾ പിരിവ് അനിവാര്യമാകും എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് ടോൾ പിരിവിനെ നമ്മൾ ഒരിക്കലും എതിർക്കുകയല്ല. ഈ 4 പ്രത്യേക പുതിയ നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേകൾ നാഷണൽ ഹൈവേ ഏറ്റെടുത്തതാണ്. നാഷണൽ ഹൈവേ ആയിട്ട് അവര് 2 ലൈനായിട്ട് തന്നെയാണ് അവര് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്ന സമയത്തും 2 വേ ആയിരുന്നു, ഇപ്പോഴും 2 വേ. പക്ഷെ റോഡിന്റെ ക്വാളിറ്റി വ്യത്യാസം വരും, നല്ല ക്വാളിറ്റി വരും. അപ്പം നിലവിലുള്ള ഒരു സൗകര്യം കൊടുക്കുന്നതിന്റെ പേരിൽ അമിതമായി ഒരു ടോള് ഏർപ്പെടുത്തിയാൽ ഇവിടെ ശക്തിയായ എതിർപ്പ് വരും. ടോള് പുതിയ പാലം കെട്ടുമ്പോൾ പുതിയ ഡെവലപ്മെന്റോട് കൂടിയിട്ടുള്ള ഇപ്പം 2 ലൈൻ ആയത് 4 വരിയാകുന്നു, സ്വാഭാവികമാണ്. ഇവിടെ 2 വരി പാത നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോഴും അത് തന്നെയാണ്. അവിടെ ഇപ്പം പെട്ടെന്നൊരു അമിതമായ ഒരു ടോള് വെച്ചാൽ അവിടെ ആളുകളുടെ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വെച്ച ഒരു സജഷനാണ് നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാതെ നാഷണൽ ഹൈവേ ഈ റോഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ചെലവഴിക്കാൻ മാറ്റിവെച്ചിട്ടുള്ള തുക സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിച്ചാൽ ഗവൺമെന്റ് ബാക്കി പൈസ കൂടിയിട്ട് ഈ റോഡ് ഡെവലപ്പ് ചെയ്തോളാം. അപ്പൊ ഈ ഡിഫറൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ടോൾ പിരിവിനെ എതിർക്കുകയല്ല, പക്ഷെ ഈ പർട്ടിക്കുലർ റോഡിന്റെ കാര്യത്തിൽ സെയിം ഫെസിലിറ്റി തന്നെയാണ് കൊടുക്കുന്നത്.